വാർത്തകൾ തുടരുന്നു. ഇന്നലെയാണ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC അബ്ദുൽ ഗഫൂറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നത്. അതൊരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് 4 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു മരണത്തിൽ വീണ്ടും സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുടുംബം പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കുടുംബം രംഗത്തെത്തുകയാണ്. കാരണം 1.5 വർഷത്തിന് ശേഷമാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞത്. മാത്രമല്ല ഈ മരണത്തിൽ മന്ത്രവാദിനിയായ ജിന്നുമ്മ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഷമീനയ്ക്കെതിരെ തുടക്കം മുതൽ ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റിയും രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം അന്വേഷിക്കാതെ കേസിന്റെ തുടക്കത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് ആക്ഷൻ കമ്മിറ്റിയും ബന്ധുക്കളും ആരോപിക്കുന്നു. 14 മാസം ഈ ഒരു അന്വേഷണത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ആളുകളെ കണ്ടെത്താനും അതുപോലെ ഇതിന് കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചോദ്യചിഹ്നമാണ്. എന്ത് വീഴ്ചയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? മികവുറ്റൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് 2 മാസം കൊണ്ടാണ് DCRB ഈ ഒരു ആളെ ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലെ ആസൂത്രിതമായ നീക്കങ്ങളെ കണ്ടെത്തിയെന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. ഷഫീഖ് നസ്രുള്ളിലുണ്ട് വിവരങ്ങൾ നൽകാനായി കാസർഗോഡ് നിന്ന്. ഷഫീഖ്, എന്തായാലും 1.5 വർഷത്തിന് ശേഷമാണ് ഒരു മരണം കൊലപാതകമാണെന്ന രീതിയിലേക്കുള്ള ചുരുളഴിയുന്നത്. കാരണം അപ്പോൾ തന്നെ 500-ലധികം പവൻ സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു ഊഹത്തിലേക്ക് എത്താവുന്നതാണ്. പക്ഷേ അന്ന് തന്നെ ആക്ഷൻ കമ്മിറ്റിയും മറ്റ് സമരസമിതിയും ഒക്കെ തന്നെ ഈ ജിന്നുമ്മ എന്ന് പറയുന്ന പ്രതിയെക്കുറിച്ച് സൂചനകൾ നൽകിയിരുന്നു, മന്ത്രവാദ സൂചനകൾ നൽകിയിരുന്നു. അപ്പോൾ പോലീസിനൊരു വീഴ്ചയുണ്ടായി, 1.5 വർഷം എടുത്ത് അത് പോലീസിന്റെ ഭാഗത്തുള്ള ഒരു വീഴ്ചയാണെന്നുള്ള ആരോപണങ്ങളാണോ ഇപ്പോൾ ഉയരുന്നത്? തീർച്ചയായും 2023 ഏപ്രിൽ 14 ഗഫൂർ ഹാജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് സ്വാഭാവിക മരണമാണ് എന്നാണ് കരുതിയിരുന്നത്. കബറടക്കം നടത്തി. പിന്നീടാണ് പല ബന്ധുക്കളും ഗഫൂർ ഹാജിക്ക് സ്വർണം കടമായി നൽകിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. ഈ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ 596 പവൻ വിവിധ ബന്ധുക്കളിൽ നിന്ന് 12ഓളം ബന്ധുക്കളിൽ നിന്ന് ഈ ഗഫൂർ ഹാജി കടം വാങ്ങിയിരുന്നു. ഇങ്ങനെ വാങ്ങിയ സ്വർണം സംസാരം വന്നപ്പോഴാണ് മകൻ പോലീസിൽ പരാതി നൽകുന്നത്. 2023 ഏപ്രിൽ 27 ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. അന്ന് തന്നെ ഈ പണവും അതോടൊപ്പം തന്നെ ഈ ഗഫൂർ ഹാജിയെ അപായപ്പെടുത്തിയതിനു പിന്നിലും ദുർമന്ത്രവാദ സംഘമുണ്ട് എന്നൊരു ആരോപണം കുടുംബവും നാട്ടുകാരും ഉന്നയിച്ചിരുന്നു. കുടുംബവും നാട്ടുകാരും അന്നും ഈ സ്വർണം ഇരട്ടിപ്പിക്കൽ സംഘവുമായി ഇതിന് ബന്ധമുണ്ടാവാം, ആഭിചാര ക്രിയകൾ നടത്തുന്ന ദുർമന്ത്രവാദവുമായി ഇതിന് ബന്ധമുണ്ട്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ആളുകളിലേക്കുള്ള സൂചന തുടക്കം മുതൽ തന്നെ ബന്ധുക്കളും നാട്ടുകാരും നൽകിയിരുന്നെങ്കിലും ഇത് തുടക്കത്തിൽ അന്വേഷിച്ചിരുന്ന ബേക്കൽ പോലീസ് ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നില്ല. ഈ ജിന്നുമ്മ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ സ്ത്രീ തന്നെ നേരത്തെ ഒരു ഹണി ട്രാപ്പ് കേസിലും പ്രതിയായിരുന്നു. 14 ദിവസം റിമാൻഡിൽ ആയിരുന്നു. ആ സമയത്ത് പരിചയപ്പെട്ടിരുന്ന ആളുകളാണ് പിന്നീട് ഈ ഇത്തരം സംഭവങ്ങൾക്ക് വേണ്ടി കൂടെ കൂട്ടിയിരുന്നത് എന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 മാസത്തിനിടയിൽ DCRB നടത്തിയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടാനായത്. അതിൻ്റെ DYSPയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കുടുംബം മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു. അതിനുശേഷമാണ് ജില്ലാ പോലീസ് മേധാവി ജില്ലാ റെക്കോർഡ്സ് ബ്യൂറോയിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ DYSPക്ക് ചുമതല നൽകിയ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അതിനുശേഷമാണ് ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ ബന്ധുക്കളും ആരോപിച്ചിരുന്ന ജിന്നുമ്മയും അവരുടെ കൂട്ടാളികളും നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം വലിയ ഒരു സംഖ്യ ഈ കൂട്ടാളികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ വാഹനങ്ങളുടെ ലോണ് അടച്ചു തീർത്തിട്ടുണ്ട്. അത് ആ രൂപത്തിൽ ആഡംബര ജീവിതം നയിക്കുന്നുണ്ട്. ഇതാണ് ആ പ്രതികളിലേക്ക് ആദ്യം എത്താൻ കാരണം. പിന്നീട് ഈ ഗഫൂർ ഹാജിയും ഈ ജിന്നുമ്മ എന്ന അവകാശപ്പെടുന്ന സ്ത്രീയും നടത്തിയ വാട്സപ്പ് ചാറ്റ് ഈ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് മുൻപ് ഈ കൊലപാതകത്തിന് മുൻപ് തന്നെ 10 ലക്ഷം രൂപയും സ്വർണവും കൈമാറിയതിൻ്റെ രേഖകളും പോലീസ് കണ്ടെത്തി. ഇങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഈ അന്വേഷണ സംഘത്തിന് ഈ പ്രതികളിലേക്ക് എത്താനും പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകം നടത്തി എന്ന് സമ്മതിച്ചിട്ടുണ്ട്. മതിലിൽ തലയിടിച്ചാണ് ഇതിലെ 1-ാം പ്രതിയായിരുന്ന ഈ ജിന്നുമ്മയുടെ ഭർത്താവ് ആണ് ഇതിൽ 1-ാം പ്രതി. അദ്ദേഹം തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ ഉപേക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണമടക്കം കൈക്കലാക്കി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് സമാനമായ നിരവധി സംഭവങ്ങൾ കാസർകോട്ടെ സമ്പന്ന വീടുകളിൽ നടന്നിട്ടുണ്ട് എന്നൊരു സംശയം ഉയരുന്നുണ്ട്. ആ സ്വഭാവത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു.
ശരി ഷഫീഖ്, എന്തായാലും ഇപ്പോൾ ഈ കേസ് പ്രവാസി വ്യവസായിയുടെ കേസിൽ ഒരു തീരുമാനമായിട്ടുണ്ടെങ്കിലും സമാനമായ കേസുകളൊക്കെ പല സമ്പന്ന വീടുകളിലും നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായുള്ള അന്വേഷണം കൂടെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമാകുമോ? ഇനിയിപ്പോൾ കേസിന്റെ മറ്റ് നടപടികളിലേക്കൊക്കെ പോലീസ് അതിവേഗം കടക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഷഫീഖ് നസ്രുള്ള നൽകിയത്.